ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇപ്പം മഴക്കാലമൊക്കെ ആരംഭിച്ചല്ലോ. അപ്പം നല്ല തണുപ്പാണ്. മീനൊക്കെ കിട്ടാൻ നമുക്ക് വലിയ പ്രയാസമാണല്ലേ. മീനില്ല. ഇപ്പം ചന്തയിലൊക്കെ പോയി കഴിഞ്ഞാൽ മീൻ കിട്ടാൻ പാടാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് പാനിൽ ഞാനൊരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 10 വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതിനെ ഒന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ. കുറച്ച് നേരം ഒരു 5-6 മിനിറ്റ് നേരം നമുക്കിതൊന്ന് എണ്ണയിലൊന്ന് വറുത്ത് കോരി മാറ്റാം. നമുക്ക് ഇതിൻ്റെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരും. ആ സമയത്ത് നമുക്കിതിനെ കോരി മാറ്റാം. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. കോരി മാറ്റാം. ഇതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 7 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരട്ടെ. ആ സമയത്ത് ഒരു 10-20 ചുവന്നുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, അത് ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. മുഴുവൻ തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ വാടി കിട്ടണം. ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വഴന്ന് വരട്ടെ. ഒരു 4-5 മിനിറ്റ് സമയം നമുക്ക് ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വന്ന സമയത്ത് ഒരു വലിയ തക്കാളി ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ലേശം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം. പിന്നെ കൺസിസ്റ്റൻസി ഇതിപ്പോൾ ഒരുപാട് തിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ലൂസാക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെണ്ടയ്ക്ക ചേർക്കാനുള്ളതല്ലേ. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കാം. എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചാണ് ഇട്ട് കൊടുത്തത്. ശർക്കരപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് വെണ്ടയ്ക്കയിൽ പിടിക്കട്ടെ. ഇവിടെ ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കറി അങ്ങനെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് കടുക് വറുക്കുകയൊന്നും വേണ്ട. നമ്മൾ ആദ്യം ചെയ്തതുകൊണ്ട് ഈ കടുക് വറുക്കുകയൊന്നും വേണ്ട. നല്ല കുറുകുറാന്നുള്ള കറിയാണ്. ഇപ്പോൾ ചോറിനും ചപ്പാത്തിക്കും ഇതിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.